വിശുദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് അവൻ ബെത്സയിദായിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. ക്രിസ്തു യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ഈ ദിവസം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. വായിച്ചു കേട്ടതുപോലെ യേശു അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. ഇത് ഒരു അത്ഭുതമാണ് എങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുറവിനെ മറ്റൊരു മനുഷ്യൻ പരിഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുറവ് നമ്മെ അനേകം കുറവുകളിലേക്ക് നയിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കും. നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അന്ധത എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിനെ മാത്രമല്ല, അവൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുകയാണ്. അവൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ പകച്ചുപോയ ഈ മനുഷ്യനെ യേശു തമ്പുരാൻ തൻ്റെ കരങ്ങളാൽ ആ അന്ധത മാറ്റി അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിന് താൻ ഒരത്ഭുതം ചെയ്തു എന്നതിനേക്കാൾ ഒരാൾക്കൊരു നന്മ ചെയ്തു എന്നതിലായിരിക്കാം ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ നന്മ സ്വീകരിച്ച മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ പുതുപ്രതീക്ഷകളെ അവൻ്റെ ജീവിതത്തിൽ അവൻ കാണുകയാണ്. അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അവൻ്റെ ആ ഒരു വലിയ കുറവ് മാറ്റപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അവൻ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, ക്രിസ്തു യേശു ചെയ്തതുപോലെ നമ്മൾ അനേകർക്ക് നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നാം ജീവിതയാത്രയിൽ അനേകം മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ഒരു കുറവ് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് അനേകം കുറവുകൾക്ക് കാരണമാകുന്നുണ്ട്. അത് അവരെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെയാണ് ക്രിസ്തു ആ അന്ധൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നതുപോലെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ഒരുപക്ഷെ ക്രിസ്തുവിനെ പോലെ കാഴ്ച കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നെങ്കിൽ തന്നെയും നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് പാപത്തിൻ്റെ അന്ധതയിൽ വീണവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ സാധിക്കും. ദുഃഖത്താൽ മൂടപ്പെട്ടവരെ ആശ്വാസത്തിലേക്ക് നയിക്കാൻ സാധിക്കും. സാമ്പത്തിക പ്രശ്നമുള്ളവരെ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഒറ്റപ്പെടുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി അല്ല, ഇത് ക്രിസ്തുവിന് വേണ്ടിയാണ്. കാരണം ഈ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മറ്റ് അനേകം ആളുകൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ കാൽവരിയിൽ ബലിയായി തീർന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പിൻചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എപ്രകാരം ക്രിസ്തു ആ അന്ധയാചകന് കാഴ്ചയായി മാറിയോ, അതുപോലെ ജീവിതയാത്രയിൽ വേദന അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഞാനും നിങ്ങളും അവർക്ക് കാഴ്ചയായി മാറണം. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, കുഴിയിൽ വീണവന് നമ്മുടെ കരങ്ങളാണ് ആവശ്യം. അവനെ നമ്മുടെ കരങ്ങൾ കൊണ്ട് ഉയർത്തി അവൻ്റെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് നമുക്ക് കടത്തിവിടാം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന നിരാലംബർക്ക് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ സഹായ ഹസ്തങ്ങൾ നീട്ടാം. അങ്ങനെ നല്ല ക്രിസ്തു അനുയായിയായി ഇന്ന് ജീവിക്കാം. അതിനായി ഈ പ്രഭാതവും ഈ ദിവസവും മാറട്ടെ. ഈ ചിന്തകൾ എന്നെ നിങ്ങളെയും ഭരിക്കട്ടെ. ഈ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.